ഇതുപോലെ ചെറിയ അടുപ്പ് കത്തൂല. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ തൊട്ട് സൗണ്ടൊന്നും ഇല്ലേനു. അപ്പോൾ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൗണ്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു, രാവിലെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇപ്പം കുറച്ചൊന്ന് വോയിസ് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റെസിപ്പി വീഡിയോ ഒന്നുമല്ല. നമ്മൾ ലേഡീസ് കസിൻസ് എല്ലാവരും കൂടിയിട്ട് എന്താ പറയുക, കസിൻ്റെ വീട്ടിൽ ഒരു സ്ലീപ്പ് ഓവറിന് പോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഫുള്ളായിട്ടൊന്നും ഞാനിങ്ങനെ എന്താ പറയുക കാണിക്കുന്നില്ല. നമ്മൾ കുറേ റീൽസ് എടുക്കുക, കുറേ വർത്തമാനം പറഞ്ഞ് പാട്ട് ഡാൻസ്, അങ്ങനെ ആ രാത്രി നമ്മളാരും ഒട്ടും ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും പിറ്റേന്ന് നല്ല ടയേർഡായിന്. അങ്ങനെ എനിക്കും എന്താ പറയുക ഒന്ന് വയ്യാണ്ടായി, സൗണ്ടെല്ലാം പോയി. അപ്പോൾ ഇത് തലേന്ന് വൈകിട്ട് ഞാൻ ഓളെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ലഞ്ചൊന്നും ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വൈകിട്ട് പോകുന്ന വഴിക്ക് തന്നെ ചായയും കടിയെല്ലാം കുടിച്ചിട്ട് തന്നെ ഇറങ്ങി ഓളെ വീട്ടിലേക്ക് എത്തി. അവിടെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് അങ്ങനെ മറ്റേ ഓളും ഓളെ സിസ്റ്ററെല്ലാം കൂടിയിട്ട് 2 ചായൻ്റെ കടിയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം എടുത്ത് ചായ എടുത്തിട്ട് നമ്മൾ പറഞ്ഞാൽ പുറത്ത് പോയിട്ട് നമുക്ക് എന്താ പറയുക കോർണിഷിൽ പോവാം, സൺസെറ്റ് കാണാം, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഇതാ നമ്മൾ അവിടെ എത്തി. നല്ല ക്ലൈമറ്റും ആയിരുന്നു. ഇപ്പോൾ എന്താ പറയുക നല്ല തണുപ്പെല്ലാം തുടങ്ങി, നല്ല കാറ്റും നല്ല ആൾക്കാരും ഉണ്ട്. അങ്ങനെ സൺസെറ്റെല്ലാം കണ്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് പുറത്തുനിന്ന് തന്നെ ചായയെല്ലാം കുടിക്കാമെന്നുള്ളതിൽ, എന്നിട്ട് പിന്നെ എല്ലാം ഒന്ന് കറങ്ങി ഒരു ബോട്ട് റൈഡും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ട് തിരിച്ച് രാത്രി വീട്ടിലേക്ക് പോകാമെന്നുള്ളതായിരുന്നു. ഡിന്നർ നമ്മളെല്ലാവരും പുറത്തുനിന്നേനും. അങ്ങനെ ഇതാ ചായയും കടിയെല്ലാം എടുത്ത് എല്ലാം ഫുള്ള് തുറന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വർത്താനെല്ലാം പറഞ്ഞ് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് ചായ എല്ലാം കുടിച്ച് ഇപ്പോൾ ഒരുമിച്ചിട്ട് എല്ലാവരും കൂടി പുറത്ത് പോയി ഇങ്ങനെ കഴിക്കുക നല്ല രസമാണല്ലോ. അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നു, ലേഡീസ് ഒരു എവിടെയെങ്കിലും ഒന്ന് സ്റ്റേക്കേഷനോ അല്ലെങ്കിൽ ആരെങ്കിലും കസിൻ റൂമിൽ എന്താ പറയുക കസിൻ്റെ റൂമിൽ സ്ലീപ്പ് ഓവറിന് പോകണമെന്നല്ല ഇങ്ങനെ പ്ലാൻ ചെയ്യും, ഒന്നും നടക്കലില്ല. അപ്പോൾ ഇപ്പോൾ വെക്കേഷനും കൂടിയാണ്, അതുകൊണ്ട് പിന്നെ അങ്ങ് ഇറങ്ങി തിരിച്ചു. അവിടുന്ന് പിന്നെ ഇതാ നമ്മൾ ചായയെല്ലാം കുടിച്ച് കുറച്ച് വർത്തമാനം പറഞ്ഞ് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് കഴിഞ്ഞ് പിന്നെ നിസ്കാരത്തിൻ്റെ സമയം, ഇങ്ങനെ മഗ്‌രിബ് നിസ്കരിക്കാൻ അടുത്ത് പള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇതാ പള്ളിയിൽ പോയി. പിന്നെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരു ബോട്ട് റൈഡ് ആവാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിനിതാ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മൾ ടിക്കറ്റെല്ലാം എടുത്ത് ക്യൂ നിൽക്കാൻ തുടങ്ങി. നല്ല ആളുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. പിന്നെ ഈവനിങ് എല്ലാം ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നു തുടങ്ങും, വീക്കെൻഡും കൂടിയായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ബോട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ബോട്ടിൽ നിന്നുള്ള നമ്മുടെ കുറേ പാട്ട്, കുറച്ച് റീൽസ്, ഇതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂർ നമ്മൾ ബോട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ബോട്ട് റൈഡെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. അപ്പോൾ പ്രെയർ ടൈം ആയി, ഇശാൻ്റെ സമയമായി. അങ്ങനെ ഇശാ നിസ്കാരവും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ് ഇനി എന്തായാലും ഡിന്നറെല്ലാം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. അപ്പോൾ റൂമിൽ നിന്ന് ബാക്കിയുള്ള നമ്മളെ കുറേ കലാപരിപാടികളെല്ലാം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ എല്ലാവർക്കും ഒന്ന് വെജ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ സംഗീതയിൽ കയറി നമ്മൾ നല്ല ലാവിഷായിട്ട് ഡിന്നറെല്ലാം കഴിച്ച് കോഫിയെല്ലാം കുടിച്ച് ഫുൾ നല്ല ചിരിയും വർത്താനം, നല്ല ജോളിയായിരുന്നു. എന്താ പറയുക ഭയങ്കര രസമായിരുന്നു. കുറേ നാൾ കൂടിയിട്ട് ഇങ്ങനെ നമ്മൾ ലേഡീസ് മാത്രം ഒരുമിച്ചിട്ട് അപ്പോൾ ഫുൾ നമ്മളെന്താ പറയുക ഫുൾ എൻജോയ് ചെയ്ത്. അതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക എല്ലാവരും സൗണ്ടിനും എല്ലാം മാറ്റം വരാൻ തുടങ്ങി. എനിക്കും പിറ്റേന്നൊന്നും തീരെ സൗണ്ടില്ലേനു, ഫുൾ തണുത്ത കാറ്റും എല്ലാം കൂടി കൊണ്ടിട്ടായിരിക്കാം. അങ്ങനെ ഇതാ നമ്മളങ്ങനെ ഫുഡും കഴിച്ച് പുറത്തിറങ്ങി പിന്നെ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു 10:30 എല്ലാം ആയി സമയം. പിന്നെ ആയിരുന്നു നമ്മുടെ ഫുൾ റീൽസായിരുന്നു, ഒരു 12:30 മണി വരെ. പിന്നെ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. പിന്നെ എല്ലാവരും ഇതാ കിടന്നുറങ്ങിയിട്ടില്ല, ഇങ്ങനെ രാത്രി തന്നെ 2 മണിക്കെല്ലാം നമ്മൾ വർത്താനെല്ലാം പറഞ്ഞ് ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങുമ്പോൾ സുബഹിയെല്ലാം നിസ്കരിച്ചിട്ട് ഒരു 6 മണിക്കായിട്ട് ഉറങ്ങിയത്. അങ്ങനെ ഇതാ അതെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും രാവിലെ തന്നെ എണീച്ച് ശരിക്കും പിന്നെ ചെക്കൗട്ട് ടൈമാണ് 12:30. പിന്നെ എല്ലാവർക്കും തിരിച്ച് വീട്ടിലേക്ക് പോകണം.
അപ്പോൾ എൻ്റെ കസിൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പിന്നെ അവിടെ എന്താ പറയുക കൂടാമെന്ന് വിചാരിച്ച്. അങ്ങനെ രാവിലെ ഞാൻ പിന്നെ റൂമെല്ലാം വെറുതെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ ചായയും ബിസ്ക്കറ്റും പിന്നെ 2 സ്നാക്സ് എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം റെഡിയായി. അങ്ങനെ എല്ലാവരും വീണ്ടും ഇരുന്ന് ചായ കുടിച്ച് പിന്നെ ഫുൾ ഇന്നലത്തെ റീൽസ് നോക്കുക, വീഡിയോ കാണുക, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, കമൻറ്റ്സ് വായിക്കുക, ഫുൾ ഇത് തന്നെയായിരുന്നു പണി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് തന്നെ അങ്ങ് ഇറങ്ങാം എന്നുള്ളതിൽ പിന്നെ കിച്ചണിൽ ഇറങ്ങി. ഫുൾ ജോളിയായിരുന്നു. ഒരാളിതാ പൂരിക്ക് കുഴച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ ബാജി ഉണ്ടാക്കുന്നു. പിന്നെ ഞാനെൻ്റെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി. ഞാൻ മുമ്പ് പെങ്ങൾ വന്ന വീഡിയോയിൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിട്ടില്ല, ഉപ്മാവ് മുട്ട റോസ്റ്റും. അപ്പോൾ അത് എൻ്റെ ഒരു കസിന് ട്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൂരിക്ക് മുട്ട റോസ്റ്റും കൂടി ഉണ്ടാക്കി. അങ്ങനെ പൂരി എല്ലാം റെഡിയായി. ആദ്യം കുട്ടികളെല്ലാം കഴിച്ചു. പിന്നെ നമ്മൾ ലേഡീസ് എല്ലാവരും ഇരുന്ന് അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ച്. ശരിക്കും എത്ര പെട്ടെന്ന് സമയം പോയെന്നറിയില്ല. അന്നേരം ഒരു വൈകിട്ട് വന്ന് പിറ്റേന്നൊരു ഉച്ചയായത്, ശരിക്കും 12 മണി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിതാ ചെക്കൗട്ടാണ്. എല്ലാം പെട്ടിയെല്ലാം പാക്ക് ചെയ്ത്. ഒരു ദിവസമാണെങ്കിലും നമുക്ക് പെട്ടിയും സാധനങ്ങളും എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ആയിരുന്നുള്ളൂ എന്താ പറയുക അന്നത്തെ വിശേഷങ്ങൾ. പിന്നെ വരുന്ന വഴിക്ക് നമ്മളിതാ വീട്ടിലേക്ക് വരുമ്പോൾ ഉച്ചക്കേക്കുള്ള ലഞ്ച് ബിരിയാണി എല്ലാം പാർസൽ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ല റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.